സോ ഗൈസ് വീക്കിലി അനാലിസിസ് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് വീക്സിൻ്റെ കണ്ടീഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ പ്ലാൻ കേട്ടിട്ടുണ്ടല്ലേ. ഇവിടെ നിന്ന് കണ്ടിന്യൂഷൻ പ്ലാനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ ഫൈൻ. സോ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് കണ്ടീഷൻ. അപ്പ് സൈഡിലേക്ക് തന്നെ മാർക്കറ്റ് പുഷ് ചെയ്യുമോ? ഇത്ര ഇമ്പൾസീവ് ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ട്. മേ ബി മാർക്കറ്റ് എന്താണ് ഇനി ചെയ്യാനുള്ള കാര്യം എന്നുള്ളത് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇത് കണ്ടിന്യൂ എന്നുള്ളത്. സോ ഒരിക്കലും നിങ്ങൾ അഗ്രസീവായിട്ട് മാർക്കറ്റ് പുഷ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന വിചാരിക്കരുത്. അതിനിടയിൽ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. സോ അതിനൊക്കെ പ്രോപ്പർലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. സോ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിം സ്റ്റിൽ ബ്രേക്ക്ഔട്ട്, ചേഞ്ച് ഓഫ് ക്യാരക്ടർ, സ്റ്റിൽ അപ്സൈഡ്. പ്ലാൻ എന്താ? ഡെയിലി ടൈം ഫ്രെയിം ഇതാണ് നമ്മൾ പ്ലാൻ. ഓക്കെ, നിഫ്റ്റി ഈ പറയുന്ന സോണിലേക്ക്, ഈ ലിക്വിഡിറ്റി ലെവലിലേക്കാണ് നമ്മൾ പ്ലാൻ എടുക്കുന്നത്. ഈ ലെവലിലേക്കാണ് നമ്മളുടെ പ്ലാൻ. നെക്സ്റ്റ് വീക്കിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള പ്ലാൻ. ഓക്കെ, സോ അതെല്ലാവരുടെയും മൈൻഡിലിരിക്കട്ടെ. സോ ഈ പ്ലാൻ എല്ലാവർക്കും ഓക്കെ ആണല്ലേ. സോ ഇനി നമുക്ക് ഇതിനൊന്ന് റിഫൈൻ ചെയ്യാം. 4 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് 4 അവർലി മാർക്കറ്റിൽ പ്രോപ്പർലി നല്ലൊരു ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ബൈങ് ആക്റ്റീവായിട്ട് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് അല്ലേ. ബൈങ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നിഫ്റ്റി കറണ്ട്ലി ബുള്ളിഷ് ആയിട്ടുള്ള സിനാരിയാണ്. ഓക്കെ, സോ 4 അവർ ഡെയിലി ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് 4 അവറിലേക്ക് സ്വിച്ച് ചെയ്യാം, ഒന്ന് കൺഫേം ആക്കാം. അപ്പോൾ 4 അവറിൽ പ്രോപ്പർലി നല്ലൊരു ബ്രേക്ക് ഔട്ടും കാണാം. ഇവിടെ നല്ലൊരു ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്, നല്ലൊരു ഇംബാലൻസ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഇനി നമുക്ക് ഇതിലേക്ക് കൂടുതൽ നോക്കി നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. നമുക്ക് ലോ ടൈം ഫ്രെയിമിൽ കൂടെ നമുക്ക് പ്ലാൻസിലേക്ക് വരാം. അപ്പോൾ മെയിൻലി 4 അവർ വരുന്ന സമയത്ത് നമുക്ക് നെക്സ്റ്റ് ഒരു ടാർഗറ്റ് ലെവൽ ഈ ഒരു ലെവലിലേക്ക് നെക്സ്റ്റ് വീക്കിൽ ഒരു ലെവൽ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഈ ഒരു ലെവലിലേക്ക് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വീക്ക് കണ്ടിന്യൂഷൻ ടോപ്പ് ഡെയിലി. ഇനി നമുക്ക് വേണ്ടത് എന്താ? 50 മിനിറ്റ് കണ്ടീഷൻ. സോ ഇവിടെയാണ് നമുക്ക് പ്രോപ്പർലി കാര്യങ്ങൾ വേണ്ടത്. മനസ്സിലായോ? സോ 50 മിനിറ്റിൻ്റെ സിറ്റുവേഷനിൽ മാർക്കറ്റ് കറൻ്റ്ലി ഇവിടെ ഒരു ബ്രേക്സ് ക്രിയേറ്റ് ചെയ്തു, എഗെയിൻ ഇവിടെ ഒരു ബ്രേക്സ് ക്രിയേറ്റ് ചെയ്തു. ഒരു റിവേഴ്സൽ സിറ്റുവേഷനിലാണ് മാർക്കറ്റിൻ്റെ. എഗെയിൻ കണ്ടിന്യൂഷൻ അല്ലേ. പ്രോപ്പർലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കണ്ടിന്യൂഷൻ സ്ട്രക്ചറാണ്. നിഫ്റ്റിയുടെ ഒരു കണ്ടിന്യൂഷൻ സ്ട്രക്ചറാണ്. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സിനാരിയോ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ ഇൻറ്റേർണലി കുറേ മൊമെൻറ്റം മാർക്കറ്റിൽ ക്രിയേറ്റ് ആവുന്നുണ്ട്. സോ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിൽ അപ്പ് സൈഡിൽ കറൻ്റ്ലി ലിക്വിഡിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി കറൻ്റ്ലി ഇവിടെ ബിൽഡ് ആവുന്നുണ്ട്. സോ ഇവിടെയും പ്രോപ്പർലി മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. സോ ഇനി എവിടെയാണ് ബൈ ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു ഹൈ ടൈം ഫ്രെയിം പ്ലാനാണ് നമ്മളെപ്പോഴും വർക്കൗട്ട് ചെയ്യേണ്ടത്. ഈ ഒരു ലോ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. കാരണം ഈ ഒരു റിവേഴ്സൽ ഒരു കണ്ടിന്യൂഷൻ ക്രിയേറ്റ് ചെയ്തത് ഈ ഒരു ലോ ഇതാണ്. സോ ഇവനെ നമ്മൾ കംപ്ലീറ്റ് നോക്കുമ്പോൾ ഇതൊരു ഇക്വിലിബ്രിയം ലെവലാണ്. ഇതൊരു ഇക്വിലിബ്രിയം ലെവലാണ്. സോ നമ്മൾ മെയിൻലി എടുക്കുന്ന ഇക്വിലിബ്രിയം സോൺ അല്ലേ. ഇക്വിലിബ്രിയം സോണിൽ നിന്നുള്ള കണ്ടിന്യൂഷനാണ് നമ്മൾ മെയിനായിട്ട് നോക്കണേ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവൽ. അപ്പോൾ ഇവിടെ ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ഉണ്ട്. ഇതൊക്കെ മെയിൻലി ട്രേഡ് വരാൻ പോസിബിലിറ്റി ഉള്ള, ബൈങ് വരാൻ പോസിബിലിറ്റി ഉള്ളൊരു സോണാണ്. സോ ഞാൻ ബെറ്റർ എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിൽ ഇനി എക്സിക്യൂഷൻസ് ഒന്നും നോക്കണ്ട. മേ ബി അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം. അല്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു ബേസിനെ കൺസിഡർ ചെയ്യാം. ഈ ഒരു ബേസിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. കാരണം ഇവിടെ ഒരു ഇക്വിലിബ്രിയം ലെവലുണ്ട്. ഇവിടെ പ്രോപ്പർലി മാർക്കറ്റിലൊരു ലിക്വിഡിറ്റി ക്രിയേറ്റഡ് ആണ് അല്ലേ. സോ ഈ ഒരു ലെവലിനെ നമുക്ക് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാം. ഓക്കെ, ഈ ഒരു ലെവലിൽ നിന്നും നമുക്ക് നെക്സ്റ്റ് അപ്പ് സൈഡിലേക്കുള്ളൊരു ഫസ്റ്റ് കണ്ടീഷൻ ഇവിടെ നോക്കാം. നെക്സ്റ്റ് ലിക്വിഡിറ്റി ലെവൽ. അപ്പോൾ ഇവിടെ ആണെങ്കിലും 50 മിനിറ്റിൻ്റെ സിറ്റുവേഷനിൽ അടുത്തൊരു ലിക്വിഡിറ്റി ലെവൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത ഈ ഒരു ഹൈ ലെയർക്ക് നമുക്ക് കൺസിഡർ ചെയ്യാം. റീസെൻ്റ്ലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈ അത് നമുക്ക് നോക്കിയാൽ മതി. 50 മിനിറ്റ് കണ്ടീഷൻ. കാരണം ഡെയിലി ടൈം ഫ്രെയിമിൽ പ്ലാൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു 4 അവറിൻ്റെ ലിക്വിഡിറ്റി ലെവൽ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ടാർഗറ്റ് ലെവലായിട്ട് കൺസിഡർ ചെയ്യാം നെക്സ്റ്റ് വീക്കിൽ. ഓക്കെ, പ്രോപ്പർലി ഇവിടെ എന്താണ് കൺഫർമേഷൻ, LTF കൺഫർമേഷൻ നോക്കാം. ഇത് ഞാൻ ഓൺ ടൈം ടെലിഗ്രാമിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. കൺഫർമേഷൻസ് കാര്യങ്ങൾ നിങ്ങളതൊന്ന് ഫോക്കസ് ചെയ്യാം. സോ എഗെയിൻ ഇവിടെ മാർക്കറ്റിൽ കൺഫർമേഷൻസ് ഒന്നും കിട്ടാതെ എഗെയിൻ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ലെവലിലേക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഒരിക്കലും അപ്പ് സൈഡ് ഡൗൺ സൈഡ് എൻട്രീസ് ചെയ്യാൻ എന്തായാലും പറയുന്നില്ല. ഡൗൺ സൈഡ് എൻട്രീസ് നിങ്ങൾ ഫോക്കസ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. അപ്പോൾ ഇവിടെ നിന്ന് മേ ബി മാർക്കറ്റ് എന്ത് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്? ഇവിടെ മാർക്കറ്റ് ത്രൂ ഔട്ട് ഇതൊരു ഇമ്പൾസീവ് മൂവ്മെൻ്റ് ആണ്. എഗെയിൻ ഒരു കറക്റ്റീവ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. സോ കറക്റ്റീവ് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് വളരെ സ്ട്രെങ്ത് ഇല്ലാതെയാണ് ഡൗൺ സൈഡിലേക്ക് പോകുന്നത്. ഇത്ര ഇമ്പൾസീവ് മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഈ കറൻലി വന്നിട്ടുള്ള ടോട്ടൽ ബൈങ്ങിൻ്റെ സെൽ ഓഫ് കൂടെ ക്രിയേറ്റ് ചെയ്യുന്നതിൽ വളരെ ഇമ്പൾസീവായിട്ട് തന്നെ മാർക്കറ്റ് താഴേക്ക് വരും. സോ പ്രൈസ് ബിഹേവിയർ ഭയങ്കര വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങോട്ട് താഴേക്ക് മാർക്കറ്റ് കറക്റ്റീവ് ആകുമ്പോൾ നമ്മൾ അപ്പ് സൈഡിലേക്ക്
വളരെ സ്ട്രോങ് ആയിട്ട് മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഹൈ. സോ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വെക്കുക. സോ എഗെയിൻ ഈ ഒരു ക്യാരക്ടറോടെ കിട്ടുകയാണെങ്കിൽ ട്രെൻഡ് റിവേഴ്സിൽ നമുക്കിവിടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് അപ്സൈഡ് നോക്കാം. ഞാൻ 50 മിനിറ്റ് കേസിൽ ഞാൻ പറയുന്നില്ല, ഇന്റേണൽ സ്ട്രക്ചറാണ്. നമുക്ക് ലോ ടൈം ഫ്രെയിമിലേക്ക് വരാം. ഇവിടെ നിങ്ങൾക്കൊരു 50 മിനിറ്റ് ബിലോ 1 മിനിറ്റ് 2 മിനിറ്റോ 5 മിനിറ്റ്സോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ആ ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് ഇവിടെ റിവേഴ്സിൽ കിട്ടുകയാണെങ്കിൽ അപ്സൈഡ് കൺഫർമേഷൻ LTF കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്സൈഡിലേക്ക് നോക്കാം ലോ ടൈം ഫ്രെയിം. ഇത് ഞാൻ എന്തായാലും ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യും കൺഫർമേഷൻസും കാര്യങ്ങളും. അപ്പോൾ നിങ്ങളത് ഫോളോ ചെയ്യുക. പുതിയ മെമ്പേഴ്സ് കൺഫ്യൂഷൻസ് ഉള്ളവർ എന്ത് ചെയ്യുക, നമ്മൾ വെബിനാർസ് എല്ലാം മന്ത്ലി നടക്കുന്നുണ്ട്, അതിലേക്ക് ജോയിൻ ആവാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കൺഫർമേഷൻസ് എല്ലാം തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 3 hour സെക്ഷനിൽ ടോട്ടൽ ടോപ്പിക്സ് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നല്ല രീതിയിലുള്ളൊരു സിസ്റ്റം മനസ്സിലാക്കി ചെയ്യാം. ഡൗട്ട് ഡയറക്റ്റ് എന്നോടൊക്കെ ലൈവ് സെഷൻ ആയിരിക്കും നമുക്ക് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അതിലെല്ലാവരും ജോയിൻ ആവാം. ഡൗട്ട്സ് ഉള്ളവർ കേട്ടോ, പുതിയ മെമ്പേഴ്സ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയുടെ കേസിൽ. എഗെയിൻ സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ സെയിം സിനാരിയോ LTF കൺഫർമേഷൻ ടു അപ്സൈഡ്. സോ ഇതാണ് കറൻ്റ് നമ്മളുടെ നെക്സ്റ്റ് വീക്കിലേക്ക് മൺഡേയിലേക്ക് നിങ്ങൾ നോക്കേണ്ട കേസ്. സോ അതിൻ്റെ കണ്ടിന്യൂഷൻ റേറ്റ്സ് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം ഇതാണ് കറൻ്റ് എനിക്ക് സിറ്റുവേഷനിൽ പറയാൻ പറ്റുക. സോ ഇനി നെക്സ്റ്റ് മൺഡേ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ചൊവ്വാഴ്ച എന്താണ് കണ്ടീഷൻ, ബുധനാഴ്ച എന്താണ് കണ്ടീഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. സോ അതൊക്കെ ഓൺ ഗോയിങ് ടെലിഗ്രാമിൽ ഞാൻ പ്ലാൻസ് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എപ്പോഴും പ്ലാൻ ഉള്ള സമയത്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും ബെറ്റർ. ഈ ഡൗൺ സൈഡ് മൊമെൻറ്റത്തിലേക്ക് നിങ്ങൾ നോക്കാതിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ ബെറ്റർ. അല്ലെങ്കിൽ റിസ്ക് എൻട്രി ആണ്, നിങ്ങൾ റിസ്ക് കുറച്ചിട്ട് നിങ്ങൾ ട്രേഡ്സിലേക്ക് പോകാം, അല്ലെങ്കിൽ ഹൈ പ്രോബബിലിറ്റി ട്രേഡ്സിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം. നിങ്ങളുടെ ഇഷ്ടമാണ് എന്താണ് ചെയ്യേണ്ടത്. സോ ഇവിടെ ഒരു LTF കൺഫർമേഷൻ ഞാൻ ഓൾറെഡി പറയുന്നുണ്ട്. ഇവിടെ LTF കൺഫർമേഷൻ നോക്കാം. എഗെയിൻ അവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺ സൈഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ കൺഫർമേഷൻ ഒന്നും തരാതെ ഇവൻ ഡൗൺ സൈഡിലേക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ലെവലിൽ കൺഫർമേഷൻ നോക്കാം. ഓക്കെ, കൺഫർമേഷൻ കിട്ടിയിട്ട് മാത്രം എൻട്രീസിൽ നിങ്ങൾ കയറുക, അല്ലാതെ ഡയറക്റ്റ് എൻട്രി ഒന്നും ഒരിക്കലും എടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ നിഫ്റ്റിയുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഫോക്കസ് ചെയ്യുക, ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക, വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, നിഫ്റ്റിയുടെ കേസ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. സോ നമുക്കിനി നേരെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരാം. സോ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ ബാങ്ക് നിഫ്റ്റി ഓൾറെഡി ഒരു ട്രെൻഡ് റിവേഴ്സൽ തന്നു നിൽക്കുകയാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി 4 hourലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ 4 hourൽ നല്ല രീതിയിൽ മാർക്കറ്റിൽ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ ബാങ്ക് നിഫ്റ്റി കൺഫ്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഓബിയാണ്. കാരണം ഇതൊരു ട്രെൻഡ് റിവേഴ്സൽ ക്രിയേറ്റ് ചെയ്തു, വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു OB എന്ന് പറയുന്നത് കറൻ്റ് ഇവിടെ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു വാലിഡ് ആയിട്ടുള്ള ഓർഡർ ബ്ലോക്കാണ്. സോ ഈ ഓർഡർ ബ്ലോക്ക് റിയാക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ നിലവിൽ ഈ ഒരു OBയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടില്ല, മനസ്സിലാവും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് മേ ബി ഈ ഒരു ട്രെൻഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലിക്വിഡിറ്റി ബാങ്ക് നിഫ്റ്റി ടേക്ക് ചെയ്യാനുള്ള ചെറിയൊരു പോസിബിലിറ്റി മാർക്കറ്റിലുണ്ട്. സോ കുറച്ച് കൺഫ്യൂഷനാണ് ബാങ്ക് നിഫ്റ്റിയുടെ സ്ട്രക്ചറിലേക്ക് വരുന്ന സമയത്ത്. ഒരു ഹൈ ടൈം ഫ്രെയിമിൻ്റെ കണ്ടിന്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ടോ ഈ പറയുന്നത്. ഇവിടെ ഒരു പ്രോപ്പർ റേഞ്ചാണ് മാർക്കറ്റ് കാണുന്നത്, അല്ല ഇതൊരു പ്രോപ്പറായിട്ടുള്ള റേഞ്ച് ക്രിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ മാർക്കറ്റ് കണ്ടിന്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ലിക്വിഡിറ്റി ഡബിൾ സൈഡ് ലിക്വിഡിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ട്. കാരണം അപ്പ് സൈഡ് ലിക്വിഡിറ്റിയും ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ് മാർക്കറ്റ്. ഏത് സൈഡിലേക്ക് വേണമെങ്കിലും മാർക്കറ്റിന് മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ട്, മനസ്സിലായോ. കാരണം ബിഗ് ബയേഴ്സ് ആണ് മാർക്കറ്റിൽ, അല്ലേ, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുക. സോ അവർക്ക് മാത്രമാണ് മാർക്കറ്റിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി പറ്റുക. സോ അവർക്ക് രണ്ട് സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള കണ്ടീഷൻ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി ഒരു കൺഫ്യൂഷൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. 4 hourലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുകയെന്ന് പറഞ്ഞാൽ ഇതൊരു കറക്റ്റീവായിട്ടുള്ള മൊമെൻറ്റം ആയിട്ടാണ് നമുക്ക് 4 hourൽ കാണാൻ വേണ്ടി പറ്റുന്നത്. എഗെയിൻ ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു മൊമെൻറ്റവും ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഓക്കെ 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 ഇവിടെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഡാറ്റ കുറച്ച് ദിവസമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. നമ്മളുടെ ട്രേഡിംഗ് വേണ്ടി ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ചാർട്ടിൽ. സോ അതുകൊണ്ട് തന്നെ ഡാറ്റ തേർഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഡാറ്റ അതിൽ കിട്ടിയിട്ടില്ല. സോ എങ്കിലും ഈ പറയുന്ന സിനാരിയോ നിങ്ങൾ നോക്കാം. നമുക്ക് അതുകൊണ്ട് തന്നെ ഇൻഡെക്സിലേക്കൊന്ന് പോകാം. നാളെ ഓക്കെ ആവണ സിറ്റുവേഷനിൽ ഞാൻ നിങ്ങൾക്ക് എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇൻഡെക്സ് വെച്ച് നോക്കാം. ഫ്യൂച്ചേഴ്സ് വെച്ചാണ് മെയിനായിട്ട് നോക്കേണ്ടത്. ഫ്യൂച്ചേഴ്സിൻ്റെ ഈ കണ്ടീഷൻസ് എല്ലാം ഓൾമോസ്റ്റ് 4 hourൻ്റെ കണ്ടീഷൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് ഓൾറെഡി ഇത് ഗ്രാബ് ചെയ്തിട്ടില്ല, സ്റ്റിൽ അത് ഹോൾഡ് ചെയ്തിട്ടുണ്ട്, മനസ്സിലാവും. സോ 15 മിനിറ്റിൻ്റെ സിനാരിയോയിൽ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇവിടെ ഒരു ഡിമാൻഡ് കൺട്രോൾ ഉണ്ട്, വളരെ ഇമ്പൾസീവാണ്. സോ ഇവിടെ ഒരു നല്ല റേഞ്ച് ക്രിയേറ്റ് ചെയ്ത് ലിക്വിഡിറ്റി ബിൽഡ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത്. എഗെയിൻ അതിനെ ബ്രേക്ക് ചെയ്തതായിട്ട് കാണാം. സോ കറൻ്റ്ലി മാർക്കറ്റ് ഇതൊരു ബ്രേക്ക്ഔട്ട് സ്ട്രക്ചറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം.
ഈ ഒരു ലെവലിൽ റിവേഴ്സലായിട്ടും കൺസിഡർ ചെയ്യാം. സോ ഒരു സപ്ലൈ ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ ഒരു സപ്ലൈ സോണിലാണ് കറൻ്റ്ലി എന്ത് പറയുന്ന ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ 50 മിനിറ്റിൻ്റെ കണ്ടീഷൻ നോക്കണേ, മനസ്സിലായി. അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിം നമുക്ക് അപ്സൈഡ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി നല്ലൊരു കൺഫ്യൂഷൻ ഉള്ള സിറ്റുവേഷനിലാണ്. കാരണം ഈ ഒരു റേഞ്ചിൽ നിൽക്കുന്നിടത്തോളം മാർക്കറ്റിൽ സ്ട്രക്ചർ അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സ് ആവാനുള്ള ചാൻസസ് ഉണ്ട്, മനസ്സിലായോ. അപ്പോൾ കറൻ്റ്ലി നല്ലൊരു സ്ട്രെങ്ത്ത് ഒരു ദിവസം കാണിച്ചത് അത് കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് അതിനെ കൊണ്ടുവന്നതായിട്ട് നമുക്ക് കാണാം, അല്ലേ. സോ ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ നമുക്കൊരു പ്രോപ്പർ പ്ലാൻ നോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നു അപ്സൈഡിലേക്ക് തന്നെ മെയിൻലി ഫോക്കസ് ചെയ്യാം. സോ ഡൗൺ സൈഡിലേക്ക് നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ നോക്കേണ്ട. കറൻ്റ് സിറ്റുവേഷൻ ഡൗൺ സൈഡിലേക്കാണ് 50 മിനിറ്റ് ഉള്ളതെങ്കിലും ഇതൊരു വീക്കിലി ആൻഡ് ഡെയിലി ഡിമാൻഡ് സോണിലാണ് നിൽക്കുന്നത്. സോ ഇവിടെ നിന്ന് എങ്ങനെ വേണമെങ്കിലും മാർക്കറ്റ് അപ്സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, വളരെ അഗ്രസീവായിട്ട്. പ്രോപ്പർലി നോക്കുകയാണെങ്കിൽ എല്ലാ ലിക്വിഡിറ്റീസും ഇവിടെ ലിക്വിഡിറ്റി മാർക്കറ്റ് ടേക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്രോപ്പർ ഇംബാലൻസ് ഉണ്ട്, ഇവിടെ ഒരു ബേസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ എപ്പോഴാണോ കറൻ്റ്ലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇവിടെ ട്രെൻഡ് റിവേഴ്സൽ നോക്കുകയാണെങ്കിൽ ഏതൊരു ബ്രേക്ക് ഔട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഫൈൻ, ഞാൻ സ്ട്രക്ചർ ഒന്നും കൂടി ഡീറ്റെയിൽ ആക്കാം. യെസ്, കണ്ടോ ഇവിടെ ഒരു പ്രോപ്പർ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ, ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്തു. സോ കറൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് ലെവൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുക ഇവിടെയാണ് കേട്ടോ. ഈ ഒരു ലെവലാണ് സ്ട്രോങ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുക. ഡൗൺ സൈഡാണ് കറൻ്റ്ലി ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങളിപ്പോൾ ഒരു കൺഫർമേഷൻ നോക്കുകയാണെങ്കിൽ ഈ സ്ട്രക്ചർ അപ്സൈഡിലേക്ക് എപ്പോഴാണോ കൺഫർമേഷൻ തരാം, മേ ബി ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, എഗെയിൻ മാർക്കറ്റ് ലോ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു സിറ്റുവേഷനിൽ എപ്പോഴാണോ സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടുക, സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രെൻഡ് റിവേഴ്സൽ കിട്ടുക, ഈ ഒരു കണ്ടീഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് പ്ലാൻ ഡെയിലി കണക്ട് ചെയ്ത് നമുക്ക് 50 മിനിറ്റിൻ്റെ പ്ലാൻ കിട്ടും. സോ അപ്പോൾ മാത്രം നമ്മൾ നോക്കിയാൽ മതി. കറൻ്റ്ലി ഞാൻ പറയുന്നത് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഡൗൺ സൈഡ് മാത്രം നോക്കാനുള്ളൂ, അപ്പ് സൈഡിലേക്ക് നമുക്ക് ഒരു പ്ലാൻ എടുക്കാനില്ല കേട്ടോ. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ പ്ലാൻ ഞാൻ ഓൺഗോയിങ് ഞാൻ ടെലിഗ്രാമിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഇടാത്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചേഴ്സിൻ്റെ ചാർട്ട് പ്രോപ്പർലി എനിക്ക് ട്രേഡിംഗ് വ്യൂവിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല, എൻ്റെ ഡാറ്റയിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ലാസ്റ്റ് വീക്സ് നമുക്ക് പ്ലാൻസ് ഒന്നും എല്ലാം നമ്മൾ നിഫ്റ്റിയിലാണ് പ്ലോട്ട് ചെയ്യുന്നത്. സോ ഓൺഗോയിങ് നമുക്കിത് ഡിസ്കസ് ചെയ്യാം. കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. മേ ബി ഈ ഒരു ലെവലിനെ മാർക്കറ്റ് ക്രോസ് ചെയ്യുകയാണെങ്കിലും കൺഫർമേഷൻ ആണ് കേട്ടോ. ഈ ലെവലിനെ മാർക്കറ്റ് ക്രോസ് ചെയ്താലും നെക്സ്റ്റ് റീടെസ്റ്റ് കണ്ടിന്യൂഷൻ. സോ ആയിരിക്കും നമ്മുടെ പ്ലാൻ. ഇപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിൽ സ്റ്റിൽ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ സിറ്റുവേഷനിലാണ്, അത് മറക്കണ്ട. സോ വൺ ഡയറക്ഷൻ മൊമെൻറ്റം മാർക്കറ്റ് തന്നിട്ടില്ല. ഓക്കെ, സോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഓൺഗോയിങ് ഞാൻ ഇനി ടെലിഗ്രാമിൽ അപ്ഡേറ്റ്. അപ്പോൾ എല്ലാവരും ലെവൽ പ്ലോട്ട് ചെയ്ത് നോക്കുക. നിഫ്റ്റിയിലാണ് പ്രോപ്പർലി നല്ല പ്ലാനും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫോക്കസ് ചെയ്യുക, നിഫ്റ്റി ഫോക്കസ് ചെയ്യുക. നമുക്ക് ഏതിലാണോ നമ്മൾ മെയിൻലി നമ്മൾ സെറ്റപ്പ് എവിടെ കിട്ടുന്നോ അവിടെ നമ്മൾ എൻട്രി നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, ലെവൽസ് എല്ലാവരും പ്ലോട്ട് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളും ഈ പറയുന്ന നമ്മൾ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ അഭിപ്രായം കാര്യങ്ങൾ കമൻറ്റായിട്ട് നിങ്ങളൊന്ന് അറിയിക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീക്കിലെ അനാലിസിസ് ആയിട്ട് കാണുന്നത് ഇറ്റ്സ് മീ അഭിജിത്ത് സൈനിങ്.